ഇപ്പോൾ എം പ്രശാന്ത് ചേരുകയാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ദില്ലിയിൽ നിന്ന്. പ്രശാന്ത്, നമ്മൾ നേരത്തെയൊക്കെ പറയുമ്പോൾ മഹാഗഡ്ബന്ധന് സ്വാധീനമുള്ള മേഖലകൾ, അതുപോലെ തന്നെ എൻ ഡി എക്ക് സ്വാധീനമുള്ള മേഖലകൾ എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കാൻ കഴിയുമായിരുന്നു, ആ വേർതിരിവ് കാണാനും കഴിയുമായിരുന്നു. പക്ഷേ ഇത്തവണ എടുത്തു നോക്കൂ, ഒരു മേഖലയിൽ പോലും എൻ ഡി എക്ക് മഹാഗഡ്ബന്ധന് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. തോൽവിയോ, ദയനീയമായ തോൽവിയുമാണ്. അതെ, തീർച്ചയായും ഷമി. ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ള ഒരു ക്ലീൻ സ്വീപ്പ് വളരെ അപൂർവമാണ് കാണാറുള്ളത്. ഇപ്പം ആദ്യത്തെ 52-ലെയും 57-ലെയും ഒക്കെ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം, ഈ രീതിയിൽ വലിയ ഒരു സീറ്റുകൾ നേടിക്കൊണ്ടുള്ള വിജയം കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ജനതാ പാർട്ടിയുടെ ഒരു മുന്നേറ്റം ബീഹാറിൽ ഈ നിലയ്ക്ക് കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലൊരു സ്വീപ്പ് ബീഹാറിൽ സംഭവിച്ചത് 2010-ലെ ഇലക്ഷനിലാണ്. 2010-ലെ ഇലക്ഷനിൽ ഈ പറയുന്ന പോലെ JDU BJP സഖ്യം സമാനമായ ഒരു വിജയം നേടി. 206 സീറ്റാണ് 2010-ൽ അന്ന് NDAക്ക് നേടാനായത്. അന്ന് RJD കേവലം 22 സീറ്റിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ട ബീഹാറിലാണ് ഇക്കുറി വീണ്ടും NDAയുടെ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിന് പല ഘടകങ്ങൾ നിങ്ങളൊക്കെ ഇവിടെ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടാവാം. കാരണം ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ബിസിനസ് തുടങ്ങാൻ, അല്ലെ സംരംഭം തുടങ്ങാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ ഇടുന്ന ഒരു പദ്ധതി പ്രഖ്യാപനം നടത്തിയതും ആ പണം ഇട്ടതും ഏതാണ്ട് 1 കോടി സ്ത്രീകൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറി എന്നാണ് കരുതുന്നത്. അപ്പോൾ അത് വലിയ തോതിൽ ഈ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഒരു സ്വാധീനം സൃഷ്ടിക്കാൻ ആ നടപടിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പറയുന്ന മഹാസഖ്യം വിജയിച്ചു വന്നാൽ ബീഹാറിലെ മദ്യനിരോധനം പിൻവലിക്കും എന്ന തരത്തിലൊരു പ്രചാരണം ഈ പറയുന്ന JDU കേന്ദ്രങ്ങളും മറ്റും അഴിച്ചുവിട്ടിരുന്നു. അപ്പോൾ അതും സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചു. കാരണം ആ മദ്യനിരോധനം പിൻവലിച്ചാൽ പഴയ അവസ്ഥയിലേക്ക് തങ്ങളുടെ വീടുകളിലെ സാധാരണ കുടുംബങ്ങളിലുള്ള വീടുകളിലെ പുരുഷന്മാർ ഈ പറയുന്ന മദ്യത്തിന് അടിമകളാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മടങ്ങുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക. യഥാർത്ഥത്തിൽ അവിടെ ഈ പറയുന്ന ഒരു വ്യാജമദ്യ ലോബി അല്ലെങ്കിൽ അതൊരു ബ്ലാക്ക് മാർക്കറ്റായി വളരെ സജീവമായി ബീഹാറിലുണ്ട്. എങ്കിൽ തന്നെയും ഈ നിരോധനം പിൻവലിക്കും എന്ന ആ ഒരു പ്രചാരണം അതും സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനൊരു ഘടകമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 72% സ്ത്രീ വോട്ടർമാരും പോൾ ചെയ്യാൻ എത്തി എന്നുള്ളതാണ്. അതേസമയം പുരുഷ വോട്ടർമാർ എത്തിയത് 62-63% മാത്രമാണ്. പുരുഷ വോട്ടർമാരെക്കാൾ 10% അധികമായി സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് സ്വാഭാവികമായും അത് NDAക്ക് ഗുണമായി വന്നു എന്നുള്ളതാണ്. നിതീഷ് വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആവട്ടെ. നമുക്കറിയാം RSSും BJPയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ SIR ഉൾപ്പെടെ 65 ലക്ഷം പേരെയാണ് ആ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്നുള്ള വിവരം വരുന്നു. നമുക്കറിയാം അവരേതൊക്കെ നിലപാട് സ്വീകരിക്കും, അവരേത് എൻഡ് വരെ പോകും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ പ്രതിപക്ഷത്തിന് ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ ജാഗ്രത പുലർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടുന്ന കോൺഗ്രസ്, അത് നമ്മളത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള എല്ലാ വിമർശനങ്ങളും നിലനിൽക്കുമ്പോൾ ആ ഗൗരവത്തിൽ അതിനെ ഉൾക്കൊള്ളാനും അതിനെ നേരിടാനും ശ്രീ പ്രശാന്ത്, ഒക്ടോബർ 16 പാറ്റ്ന വിമാനത്താവളത്തിൽ AICCയുടെ നേതാക്കന്മാരെ ബീഹാറിലെ കോൺഗ്രസ്സുകാർ തടഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ സീറ്റ് കച്ചവടം നടത്താൻ കൂട്ടുനിൽക്കുകയാണ്, ഓരോ സീറ്റിനും ഇത്ര ലക്ഷം രൂപ വാങ്ങുകയാണെന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ബീഹാറിലെ നേതാക്കൾ AICC നേതാക്കളെ തടഞ്ഞു വെക്കുകയാണ്. എത്ര ലാഘവത്തോടു കൂടിയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? ഈ ഒരു പരാജയത്തിൻ്റെ ഒരു പൂർണ്ണമായ ഒരു എടുത്ത് പരിശോധിക്കുമ്പോൾ തീർച്ചയായും മഹാഗഡ്ബന്ധന് അക്കാര്യത്തിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. പ്രശാന്ത്, ശ്രീ പ്രശാന്ത്, നമുക്കറിയാം ഈ RSSും BJPയും ഓരോ തെരഞ്ഞെടുപ്പിലും അവരെടുക്കുന്ന സമീപനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാം. ഏതറ്റം വരെയും അവർ പോകുമെന്ന് നമുക്കറിയാം. 65 ലക്ഷം വോട്ടർമാരെ ഈ പരിഷ്കരണത്തിലൂടെ പുറത്താക്കിയ കാര്യം നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു സംഘത്തെ നേരിടാൻ പോകുമ്പോൾ ഇത്രയും ലാഘവത്തോടു കൂടി ആ തെരഞ്ഞെടുപ്പിനെ കാണാൻ പാടുണ്ടോ? പിന്നെ നോമിനേഷൻ പിൻവലിക്കുന്ന അവസാന നിമിഷം പോലും ഒരു ധാരണയിലെത്താൻ ഈ കോൺഗ്രസിന് കഴിയുന്നില്ല. 16 സീറ്റുകളിൽ പരസ്പരം മത്സരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ആകട്ടെ ആ തെരഞ്ഞെടുപ്പിൽ പിന്നെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഒരു 3-4 ദിവസം മുമ്പ് മാത്രമാണ് ബീഹാറിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അതുവഴി നേരെ പിന്നെ ആസാമിലേക്ക് പോവുകയാണ് ഉണ്ടായത്. എത്ര നിസ്സാരമായിട്ടാണ് ഈ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? സഖ്യകക്ഷികൾ തമ്മിലൊരു ചേർച്ചയില്ല എന്ന് തോന്നിയാൽ പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക?
തീർച്ചയായും ഷമി, അതിൽ നമുക്കറിയാം ഒരു ഇന്ത്യ കൂട്ടായ്മയിലെ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ ബീഹാറിൽ അവർ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ആയിരിക്കില്ല, അവിടെ RJD ആണ് വലിയ പാർട്ടി. പക്ഷേ എങ്കിൽ കൂടിയും ഈ പറയുന്ന ബീഹാറിൽ ആ ഇന്ത്യ കൂട്ടായ്മ അല്ലെങ്കിൽ മഹാസഖ്യത്തെ ഐക്യത്തോടെ കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്നത് ഒരു ഗുരുതര വീഴ്ചയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ പറയുന്ന പോലെ ഗണ്യമായ സീറ്റുകൾ നേടിയെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. 70 സീറ്റുകളിൽ അവർ RJDയിൽ നിന്ന് പിടിച്ചു വാങ്ങി അവർ മത്സരിച്ചു. എന്നിട്ട് 19 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ജയിക്കാനായത്. അപ്പോൾ അതിൽ നിന്നൊരു പാഠം പഠിക്കാൻ ഇത്തവണയും കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇക്കുറി തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇക്കുറി ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുക എന്നതല്ല ലക്ഷ്യം. ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ പ്രവർത്തിച്ച് പരമാവധി സീറ്റുകളിൽ ജയിക്കുക എന്നതായിരിക്കും ഞങ്ങൾ ശ്രമിക്കുക എന്നൊരു പ്രഖ്യാപനം രാഹുൽ ഗാന്ധി, അതൊരു പ്രതീക്ഷാനിർഭരമായ പ്രഖ്യാപനമായിരുന്നു. ദൗർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. നമുക്കറിയാം ബീഹാറിൽ ഇലക്ഷന് തൊട്ടുമുമ്പായിട്ടാണ് SIR പ്രക്രിയയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ കടന്നത്. അപ്പോൾ ആ SIR പ്രക്രിയ കയറി ബീഹാറിൽ ജനങ്ങൾക്കിടയിൽ വലിയ രോഷവും മറ്റും ഉയർന്നിരുന്നു. ആ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ ആ വോട്ടർ അധികാർ യാത്രയ്ക്ക് വലിയ സ്വീകാര്യതയും പിന്തുണയും ലഭിച്ചു. അപ്പോൾ ആ സ്വീകാര്യതയും പിന്തുണയും നിശ്ചയമായിട്ടും നിലവിലെ സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരമായി മാറ്റിയെടുക്കാൻ മഹാസഖ്യത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം വേണ്ട രീതിയിൽ ഗൗരവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വോട്ടധികാർ യാത്രയ്ക്ക് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ബീഹാറിലെ കോൺഗ്രസ് നേതൃത്വമോ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ വോട്ടധികാർ യാത്രയ്ക്ക് ശേഷം ബീഹാറിൽ നിന്ന് മടങ്ങിയ രാഹുൽ ഗാന്ധി പിന്നീട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഈ ഇലക്ഷൻ പ്രഖ്യാപനം ഒക്കെ കഴിഞ്ഞ് ഒന്നാം ഘട്ടം വോട്ടെടുപ്പിന് തൊട്ടു മുമ്പായി മാത്രമാണ്. കേവലം 2-3 ദിവസങ്ങൾ മാത്രമാണ് ബീഹാർ 2 ഘട്ടമായി ഇലക്ഷൻ നടന്ന ബീഹാറിൽ രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് പോലും എത്തിയിട്ടുള്ളൂ. അപ്പോൾ എത്ര ലാഘവത്തോടെ ആ ഇലക്ഷനെ കണ്ടു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഈ പറയുന്ന ഇലക്ഷൻ ഒന്നാം ഘട്ട ഇലക്ഷൻ്റെ തൊട്ട് തലേന്നാണ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഈ പറയുന്ന ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള അത് സ്വാഭാവികമായിട്ടും ഗൗരവമുള്ള വിഷയവും പരിശോധിക്കപ്പെടേണ്ട വിഷയവുമാണ്. എന്നാൽ ആ വാർത്താ സമ്മേളനത്തിൽ ഒരു വാക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞു, ബീഹാറിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്, ബീഹാറിലും ഞങ്ങൾ തോൽക്കാൻ പോവുകയാണ് എന്ന ഒരു പ്രഖ്യാപനം ആ നേതാവിൽ നിന്നുണ്ടായി. അത് തികച്ചും വളരെ അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനവും വളരെ എന്താ പറയുക തിരിച്ചടിയായി മാറുന്ന ഒരു പ്രഖ്യാപനവുമായിരുന്നു. കാരണം ഒരു ഇലക്ഷൻ്റെ ഒരു വോട്ടെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് എല്ലാവിധ ശ്രമവും നടത്തിയുള്ള ഒരു പ്രചാരണത്തിന് ശേഷം ആ മുന്നണിയിലെ ഒരു പ്രധാന നേതാവ് തന്നെ ഞങ്ങൾ ജയിക്കില്ല എന്ന് പറയുന്നത് എത്രമാത്രം ഈ പറയുന്ന മഹാസഖ്യത്തിൻ്റെ ആത്മവിശ്വാസത്തെ കെടുത്തും എന്നത് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ആ നിലയിൽ ഒരു പ്ലാനിങ്, ഒരു ആസൂത്രണം ഈ പറയുന്ന ഇന്ത്യ കൂട്ടായ്മയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതുകയല്ല, അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഈ പറഞ്ഞ സീറ്റുകൾക്ക് വേണ്ടി ഇക്കുറിയും ആദ്യം പറഞ്ഞിരുന്നു ഞങ്ങൾ ജയസാധ്യതയുള്ള സീറ്റുകൾ മാത്രം നോക്കിയാവും പ്രവർത്തിക്കുക എന്നുള്ള പ്രഖ്യാപനവും മറ്റും നടത്തിയിരുന്നെങ്കിൽ കൂടി സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കിടന്നപ്പോൾ വീണ്ടും പഴയ കോൺഗ്രസ് തന്നെ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഞങ്ങൾക്ക് പരമാവധി സീറ്റുകൾ വേണം, 70 സീറ്റിൽ കുറയാതെ ഞങ്ങൾക്ക് പറ്റില്ല എന്ന മട്ടിലുള്ള ഒരു പിടിവാശി കോൺഗ്രസ് തുടക്കം മുതൽ കാട്ടുകയും അത് മഹാസഖ്യത്തിൻ്റെ സീറ്റ് ചർച്ചകളെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധിയൊക്കെ കഴിഞ്ഞിട്ടും ഈ പറയുന്ന മഹാസഖ്യത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പോലും ഐക്യത്തോടെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ല എന്നതും ഈ മഹാസഖ്യത്തിൻ്റെ ആത്മവിശ്വാസത്തെ കെടുത്തിയിട്ടുണ്ട്. അത് മഹാസഖ്യത്തിൻ്റെ ആത്മവിശ്വാസത്തെ കെടുത്തുക മാത്രമല്ല, ജനങ്ങൾ ഇതെല്ലാം നോക്കി കാണുന്നുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇലക്ഷൻ ഘട്ടത്തിൽ ഈ പറഞ്ഞൊരു ഐക്യം ആ ഒരു അവസരത്തിൽ പോലും ഈ ഒരു മുന്നണിക്ക് ഇല്ല എന്നുള്ള ജനങ്ങൾ കാണുമ്പോൾ ഇങ്ങനൊരു മുന്നണിയെ ജയിപ്പിച്ചിട്ട് എന്ത് കാര്യമെന്ന ചിന്ത സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ഉയരും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഉയർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ബാധ്യത കോൺഗ്രസ് ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ ജയസാധ്യതയുള്ള സീറ്റുകൾ മാത്രം നോക്കി മത്സരിക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരു 50 സീറ്റ് എന്ന ഒരു നിലയിലേക്ക് കോൺഗ്രസ് മാറുകയും മറ്റ് സീറ്റുകൾ വേണ്ടവിധം മറ്റ് പാർട്ടികൾക്ക് വിഭജിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന ഇത്രയും ഒരു തിരിച്ചടി മഹാസഖ്യത്തിന് ജനകീയമായ പ്രഖ്യാപനങ്ങൾ നടത്താനും അത് കൃത്യമായി എത്തേണ്ടടുത്ത് എത്തിക്കാനും ഒക്കെ വലിയ ശേഷിയുള്ള ഒരു സംവിധാനത്തോട് ഏറ്റുമുട്ടാൻ നിൽക്കുമ്പോൾ ഇത്രയും ലാഘവത്തോടുകൂടി അതിനെ കാണുക എന്ന് പറയുന്നത് നമുക്ക് അതൊരു വലിയ വിമർശനം തന്നെയാണ്, അതൊരു വലിയ വിഷയം തന്നെയാണ്.